മൽദാനി 3 റാണി മുഖർജിയുടെ ഒരു വലിയൊരു ഫ്രാഞ്ചൈസാണ് മൽദാനി 3. ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയത് 2014 സംവിധാനം ചെയ്തത് പ്രദീപ് സർക്കാരാണ്. രണ്ടാമത്തെ ഭാഗം ഇറങ്ങിയത് 2019 വിശാൽ വില്ലനായി വന്ന ഫസ്റ്റ് പാർട്ടിന്റെ റൈറ്ററായിട്ടുള്ള ഗോപി പുത്തൻ തന്നെ ഡയറക്റ്റ് ചെയ്ത രണ്ടാം ഭാഗം. അതായിരുന്നു ഒരു മികച്ച ഒരു ഫ്രാഞ്ചൈസിൽ ഒരു മികച്ച മൂവി ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരുന്നു. പക്ഷേ മൂന്നാം ഭാഗത്തിൽ പുതിയൊരു ഡയറക്ടറിനെ വെച്ചാണ് ഈ ഒരു പരീക്ഷണം നടത്തുന്നത്. പക്ഷേ ആദ്യത്തെ സീനിൽ തന്നെ മനസ്സിലാവും ഈ ഒരു മൂവിയിൽ ആ ഒരു പരീക്ഷണം വർക്കൗട്ട് ആയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് റാണി മുഖർജിയുടെ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു മൂവി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. സോ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് മൂവി. വലിയ പ്രതീക്ഷ ഇല്ലാതിരുന്നാണ് ഈ ഒരു മൂവി കണ്ടത്. പക്ഷേ പ്രതീക്ഷ ഇല്ലാതിരുന്ന് കണ്ടിട്ട് മൂവി വർക്കൗട്ട് ആയില്ല എന്നുള്ളതാണ് സത്യം. അതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. ആസ് യൂഷ്വൽ ആദിത്യ ചോപ്ര തന്നെയാണ് ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ക്യാരക്ടർ ശിവാനി റോയ് എന്ന് പറയുന്ന ഈ ഒരു ഓഫീസറിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇത്തവണ അംബാസഡറിൻ്റെ മകളായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് ആദ്യം ഈ ഒരു നായിക കളത്തിൽ ഇറങ്ങുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. വില്ലന്മാരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് ചെയ്തതൊക്കെ കോമഡി ആയിപ്പോയി എന്നുള്ള ഒരു രീതിയായിരുന്നു. ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരു പെൺകുട്ടിയെ കൊല്ലുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനിലെ വില്ലൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോമഡി ആയി തോന്നും. അതുപോലത്തെ പെർഫോമൻസ് ആണ് സിനിമയിലുടനീളം എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. ഇതിലൊരു അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും ബാക്കിയുള്ള വില്ലൻ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കണ്ണ് തുളിച്ച് നോക്കുകയും ഇടയ്ക്ക് നോക്കി ചിരിക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പെർഫോമൻസും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് സിനിമയുടെ നെഗറ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്ന വില്ലനായിട്ടുള്ള വിശാൽ ജിത്തുയുടെ പ്രകടനം അത്രയും ഗംഭീരമായിരുന്നു. ആ ഒരു സീരീസ് മൊത്തം താങ്ങി നിർത്തിയതും അതിനുള്ള പല പല സംഭവങ്ങളും ആ ഒരു പ്രകടനത്തിലായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു വില്ലന്മാരുടെ പെർഫോമൻസ് വരുമ്പോൾ ഒന്നും തോന്നിയില്ല. ഈവൻ റാണി മുഖർജിയുടെ സ്ക്രീൻ പ്രസൻസ് ഒരു പരിധി വരെ സിനിമയെ രക്ഷിക്കുന്നുണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് ആ ഒരു സ്ക്രീൻ പ്രസൻസിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു റാണി മുഖർജിയുടെ ചില സീക്വൻസസിലെ പെർഫോമൻസും അത്ര വർക്കൗട്ട് ആയിട്ടില്ല. മെയിൻലി ചോദ്യം ചെയ്യുന്ന സീക്വൻസിലെ പെർഫോമൻസൊക്കെ. പിന്നെ അങ്ങോട്ടൊരു ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ തന്നെ ആ ഒരു ഫൈറ്റ് സീനൊക്കെ കാണുമ്പോൾ തന്നെ അത് ഈ ഒരു കൊമേഴ്ഷ്യൽ മൂവി എന്ന രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ് എന്നുള്ളത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ആ ഒരു ഡാർക്ക് വേൾഡോ അങ്ങനെയുള്ള മൽദാനി 3 വരുന്ന മൽദാനിയുടെ ആ ഒരു പാർട്സിൽ വരുന്ന പല സംഭവങ്ങളും നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന പല സംഭവങ്ങളും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് സിനിമയുടെ നെഗറ്റീവാണ്. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.